ഹായ്, ഞാൻ ലിയ മാർക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്മോൾ ക്യാപ്പ് ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡിക്സൺ ടെക്നോളജിനെ കുറിച്ച് പരിചയപ്പെടുത്തിയായിരുന്നല്ലോ അല്ലേ. അപ്പം അതുപോലെ വളർന്ന് വലുതാവാനായിട്ട് ചാൻസ് ഉള്ളൊരു മേഖലയിൽപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതൊരു ബയ്യേഴ്സ് അല്ല, റെക്കമെൻഡേഷനൊന്നുമല്ല, കാര്യങ്ങൾ പറയുന്ന കമ്പനീനെ പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. നേരെ നമുക്ക് കമ്പനിയുടെ സൈറ്റിലേക്ക് പോകാം. കമ്പനി എന്ന് പറഞ്ഞാൽ സിർമ SGS ടെക്നോളജി എന്നുള്ളതാണ്. അപ്പോൾ സിർമേനെ കുറിച്ച് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക്, ആ ആവശ്യക്കാർക്ക് വേണ്ട പ്രോഡക്റ്റുകൾ നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പം ഇങ്ങനെയുള്ള കമ്പനികളുടെ ഒരു മേജറായിട്ടുള്ളൊരു പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴും കാലത്തിനനുസൃതമായിട്ടുള്ള പ്രോഡക്റ്റുകൾ നിർമ്മിക്കാനും അവസരങ്ങൾ വരുമ്പോൾ അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും പറ്റണം. എന്നാൽ മാത്രമാണ് കമ്പനികൾ വളർന്ന്, ഏത് കമ്പനികളായാലും പെട്ടെന്ന് അവർക്ക് വളർന്ന് വലുതാവാനായിട്ട് ചാൻസ് പറ്റുള്ളൂ. ഇപ്പോൾ ഈ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഒരു കമ്പനിക്ക്, സിർമേനയ്ക്ക് സംബന്ധിച്ചും അതുപോലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ള കാലഘട്ടമാണ്. എന്താണ് കാലഘട്ടം? China+1 പോളിസിയുടെ ഗുണഭോക്താവ് ഇന്ത്യയിലേക്ക് ഒരുപാട് കമ്പനികൾ വന്നു, നിക്ഷേപങ്ങൾ വന്നു. പിന്നെ ഇന്ത്യയിലെ റോഡ് റെയിലൊക്കെ വികസിച്ച് നല്ലൊരു അന്തരീക്ഷം ഉണ്ട്. പിന്നെ കയറ്റുമതി, ഇലക്ട്രോണിക്സ് രംഗത്തുനിന്ന് ഒരുപാട് കയറ്റുമതി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ മേഖലകളിൽ നമ്മൾ തൊടുന്നതും നമ്മൾ മിക്കവാറും യൂസ് ചെയ്യുന്ന ഒരുപാട് പ്രോഡക്റ്റുകളിൽ ഈ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയ പോയിൻ്റെങ്കിലും ഉണ്ടാവും. അപ്പോൾ ആ മേഖല എന്ന് പറയുമ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുള്ളൊരു മേഖലകളാണ്. അപ്പോൾ ഈ മേഖലകൾ ഈ അവസരത്തിൽ എന്ത് ചെയ്യണം? ഈ അവസരത്തിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അങ്ങനത്തെ അവസരങ്ങൾ യൂട്ടിലൈസ് ചെയ്താൽ മാത്രമാണ്, അങ്ങനെ അവസരങ്ങൾ ഇപ്പോൾ ഇവരൊക്കെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. കാരണം എന്നാ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഓരോ കാലഘട്ടം കഴിയുന്തോറും ഇവരെന്ത് ചെയ്യുക, കസ്റ്റമേഴ്സിനെ കൂട്ടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അവർ നിർമ്മിക്കുന്ന അവരുടെ ഏരിയ കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും തോന്നുന്നു ഇവർക്കൊന്നും അവരുടെ കസ്റ്റമേഴ്സും അവർ നിർമ്മിക്കുന്ന ഏരിയ കൂടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാവിയിലുള്ള അവസരങ്ങളും ഭാവിയിലുള്ള ഓപ്പർച്യൂണിറ്റികളൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയായിരിക്കും അവരുടെ നിർമ്മിക്കുന്ന ഏരിയയും കസ്റ്റമേഴ്സിനൊക്കെ കൂടിക്കൂടി വരുന്നതെന്നുള്ളതാണ് നമുക്കത് മനസ്സിലാവുന്നത്. പിന്നെ നമുക്ക് നോക്കാനുള്ള എന്നാ വെച്ചാൽ, ഇതിൻ്റെ അകത്തൊക്കെ ഭാവിയിലേക്ക് എന്നാ ചെയ്യണ്ടേ, ഈ എപ്പോഴും നെഗറ്റീവ്സ്, ഇവരുടെ തൊഴിലാളികളും കാര്യങ്ങളൊക്കെ എപ്പോഴും എന്ത് ചെയ്യണം, ഈ ലൈവായിട്ടുള്ള കാലത്തിനനുസൃതമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ നിർമ്മിക്കാനുള്ള എപ്പോഴും ആധുനികവൽക്കരിച്ചു, അവരെ എപ്പോഴും പഠനത്തിൽ പുതിയ പുതിയ പഠനങ്ങളും പുതിയ പുതിയ കാലത്തിനനുസൃതമായിട്ട് അനുയോജ്യമുള്ളവരെ ആയിരിക്കണം അവർ ഏറ്റെടുത്തുകൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ അതൊക്കെ ഈ ഇതുപോലുള്ള കമ്പനികൾ നോക്കേണ്ട ഒരു പ്രത്യേക കാര്യങ്ങളാണ്. അപ്പോൾ പിന്നെ നോക്കേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് ഓരോ ഏരിയകൾ ഇപ്പോൾ നോക്കി, ഓട്ടോമോട്ടീവ്, കൺസ്യൂമർ, ഹെൽത്ത് കെയർ, ഇൻഡസ്ട്രിയൽ, IT, റെയിൽവേ, ഈ മേഖലകളിലൊക്കെ റെയിൽവേ ഒക്കെ ഇപ്പോൾ ആധുനികവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന, IT ഒക്കെ ആണെങ്കിൽ കമ്പ്യൂട്ടറൊക്കെ ഇപ്പോൾ തന്നെ എല്ലാവരുടെയും കയ്യിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. ഭാവിയിലൊക്കെ ആണെങ്കിൽ എല്ലാ വീടുകളിലും, ഇപ്പോൾ നമ്മൾ പണ്ട് ഇൻസ്ട്രുമെൻറ്റ് ബോക്സൊക്കെ 5ാം ക്ലാസ് എത്തുമ്പോഴത്തേനും എന്ത് ചെയ്യും, ഓരോരുത്തർക്കും പുതിയത് അത്യാവശ്യം നിർബന്ധമായിട്ട് വന്നുകൊണ്ടിരുന്നു. അതിപ്പോൾ ഭാവിയിൽ എന്ത് ചെയ്യുക, ഇപ്പോൾ നമ്മൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് പോലും കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞൊരു വിഷയമുണ്ട്. അപ്പോൾ ആ വിഷയങ്ങൾ വരുമ്പോഴത്തേനും ഭാവിയിൽ ഈ വരുന്നവർക്ക് തന്നെ വീടുകളിൽ കമ്പ്യൂട്ടർ നിർബന്ധമായിട്ടുള്ളൊരു അവസ്ഥയാണ് വരാൻ പോണത്. ആ കാലഘട്ടത്തിലും ഇതുപോലുള്ള കമ്പനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുണ്ട്. അതുപോലെ തന്നെ കയറ്റുമതിക്കും. ഇൻഡസ്ട്രിയൽ ഏരിയയിലാണെങ്കിൽ നമ്മുടെ എല്ലാം ആധുനികവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നു, ഓട്ടോമേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ മേഖലകളിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റി. പിന്നെ ഹെൽത്ത് കെയർ ആണെങ്കിൽ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ കൺസ്യൂമർ പ്രൊഡക്റ്റിൻ്റെ അകത്ത് നമ്മൾ പറയണ്ട, അപ്പോൾ അതിപ്പോൾ ഓരോ ഏരിയകളിലും ആധുനികവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഓട്ടോമോട്ടീവിൻ്റെ അകത്തോ ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഒരു യുഗമാണ് വരാൻ പോണത്.
ഇപ്പോൾ എല്ലാ കാലത്തും ഒരു ഒരു ഓപ്പർച്യൂണിറ്റികൾ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുള്ളത് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ തന്നെ അറിയാൻ പറ്റും. പിന്നെ ഈ ഒരു സൈറ്റ് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് ഇവർ സമർപ്പിച്ചേക്കണ റിപ്പോർട്ടിനകത്തൊക്കെ എടുത്ത് വായിച്ച് നോക്കുകയാണെങ്കിൽ ഇതിലും കൂടുതലായിട്ടുള്ളത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് മനസ്സിലാക്കാനും പറ്റും. ഇത് NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്തേക്കുന്ന ഒരു കമ്പനിയാണ്. 9,098 കോടിയുടെ സ്മോൾ ക്യാപ്പ് കമ്പനിയാണ്. കറണ്ട് മാർക്കറ്റ് പ്രൈസ് 512, 52 വീക്ക് കഴിഞ്ഞ 705, 52 വീക്ക് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 386 ആണ്. എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു സ്റ്റോക്കും കൂടിയാണ് കേട്ടോ അത്. പിന്നെ ഇത് ഞാനൊരു കുറച്ച് നാൾ മുമ്പ് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടേക്കണമായിരുന്നു. ഏകദേശം 200 സംതിങ്, അതിൻ്റെ ആ ലോ പോയിന്റിൽ തന്നെയായിരുന്നു അന്ന് വീഡിയോ ഇട്ടേക്കണത്. അവിടുന്ന് ഒരുപാട് റാലി നടത്തിയിട്ടാണ് ഇപ്പോഴത്തെ ഈ ഒരു രണ്ടാമത്തെ ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിലേക്ക് വന്നേക്കുന്നത്. ഇവിടുന്നും ഒരുപാട് ഓട്ടം ബാക്കിയുള്ളൊരു കമ്പനി കൂടിയാണ്. കാരണം സ്റ്റോക്കിൻ്റെ പി എന്ന് പറഞ്ഞാൽ 84.1, ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ 90.8, ഡിവിഡൻഡ് നൽകുന്ന ഒരു കമ്പനിയാണ്. ROC 9.74, ROE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.86, ഫേസ് വാല്യൂ 10 ആണ്. അതിൻ്റെ മാക്സിമം ചാർട്ട് പാറ്റേൺ എടുത്ത് നോക്കി, ഒരു ലെഫ്റ്റ് ടു റൈറ്റ് കയറ്റം തന്നെയാണ്. വലിയൊരു റാലി നടത്തിയിട്ട് താഴെ വന്നിട്ട് ഒരു കൺസോൾട്ടേഷൻ ചെയ്തേക്കണം. അപ്പോൾ ഇവിടെ നോക്കി, ഇത് നോക്കിയൊരു റിവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നു. പിന്നെ ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്ക് ലാസ്റ്റ് നോക്കാം. പിന്നെ നമുക്ക് താഴത്തേക്ക് നോക്കി കഴിയുമ്പോഴത്തേനും എന്താ ചെയ്യുന്നത്, ഇയർ ഓൺ ഇയർ സെയിൽസ് ഗ്രോത്ത്. ഞാൻ അന്ന് വീഡിയോ ചെയ്യുമ്പം ലിസ്റ്റ് ചെയ്തിട്ട് അധികം കാലം ആയിട്ടില്ലായിരുന്നു. ഇപ്പോഴും ലിസ്റ്റ് ചെയ്തിട്ട് അധികം കാലം ആയിട്ടില്ല, എന്നാലും 2-3 വർഷത്തെ സെയിൽസൊക്കെ ഇതിൻ്റെ അകത്ത് കാണാം. അപ്പോൾ നമുക്ക് നോക്കിയേ, 862 കോടിയായിരുന്നു മാർച്ച് 2020. ഇപ്പോൾ എത്രയായി? 3154. ഓരോ കൊല്ലം കഴിയുന്തോറും സെയിൽസ് കൂടി വരുന്നുണ്ടെന്നുള്ളത് ഒരു പോസിറ്റീവ് പോയിൻ്റാണ്. അപ്പോൾ നമുക്ക് കച്ചവടം കൂടിയാൽ മാത്രമാണ് ഒരു കമ്പനിക്ക് അതിൻ്റെ അകത്ത് നിലനിൽപ്പുള്ളൂ. കാരണം കച്ചവടം കൂടിയില്ലെങ്കിൽ കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് കച്ചവടം കറക്റ്റായിട്ട് കൂടുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണെങ്കിൽ 135 കോടിയിൽ 199 കോടിയിലേക്ക് കൂടി. ഓപ്പറേറ്റിംഗ് മാർജിൻ ആണെങ്കിൽ ഒരു 6%-നും 16%-നും ഇടയിൽ, 6-നും 9-നും ഇടയിൽ കൂട്ടിയാൽ മതി. കാരണം വെച്ചാൽ അത് ഇതിനു വേണ്ടി നിർമ്മിച്ച് കൊടുക്കുന്നതാണല്ലോ. അപ്പോൾ മാർജിൻ ഒരുപാട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിലോ 92 കോടിയിൽ നിന്ന് 124 കോടിയിലേക്കാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റിസർവ് ആണെങ്കിലോ 418 കോടിയിൽ നിന്ന് 1435 കോടിയിലേക്കും. കടമാണെങ്കിൽ 120 കോടിയിൽ നിന്ന് 630 വന്നേക്കണേ. അത് ലോങ് ടൈം ആണോ ഷോർട്ട് ടൈം ആണോ നോക്കിയാൽ ലോങ് ടൈം ബോറോയിങ്സ് 64 കോടിയുണ്ട്. പിന്നെ ഷോർട്ട് ടൈം ബോറോയിങ്സ് ആണ് കൂടിയേക്കണത്. പിന്നെ ഈ സ്മോൾ ക്യാപ്പ് കമ്പനികളിൽ, ഇതുപോലെയുള്ള കമ്പനികൾ റിസർവിൻ്റെ മുകളിലേക്ക് കടം കയറുന്നുണ്ടോ എന്നുകൊണ്ട് നമ്മളെപ്പോഴും നോട്ട് ചെയ്തുകൊണ്ടിരിക്കണം. റിസർവിൻ്റെ മുകളിലേക്ക് കടം കയറി കഴിഞ്ഞാൽ അത്ര നല്ല കാര്യമല്ല. ഇതിപ്പോൾ കുഴപ്പമൊന്നുമില്ല, കാരണം റിസർവിൻ്റെ ഒക്കെ ഒരുപാട് താഴെയാണ് കിടക്കുന്നത്. പിന്നെ നമ്മൾ നോക്കേണ്ടത് പ്രൊമോട്ടറുടെ ഷെയർ ഹോൾഡിങ്. പ്രൊമോട്ടർ 46.89 കാണുന്നത്. FIS ആണെങ്കിലോ 4.08 നിന്ന് 12.95 കൂട്ടിയേക്കുവാണ്. DIS ആണെങ്കിലോ 5.80 ചെറുതായിട്ട് സ്ട്രൈക്ക് കുറച്ചിട്ടുണ്ട്. പിന്നെ പബ്ലിക്കിൻ്റെ കയ്യിലാണെങ്കിൽ 41% നിന്ന് കുറഞ്ഞ് 34% കുറയുകയാണ് ചെയ്തേക്കണത്. അത് ഭാവിയിലേക്ക് അങ്ങനെ തന്നെ വരുള്ളൂ. കാരണം പബ്ലിക്കിൻ്റെ കയ്യിൽ കുറഞ്ഞ് വരികയും ചെയ്യും. ഇവിടെ FISനും DISനും കയറി മാക്സിമത്തിലേക്കും വരും. കാരണം എന്നാ, വളർച്ചാ സാധ്യതയുള്ള കമ്പനികൾ എപ്പോഴും അവർ വാങ്ങിച്ച് അങ്ങ് കയറി പോവുകയുള്ളൂ. അതിനാണ് സാധാരണഗതിയിൽ കാണുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ വീക്കിലി ചാർട്ട് നോക്കാം. ഞാനന്ന് വീഡിയോ ചെയ്ത് 200 സംതിങ് രൂപയിലെങ്ങാണ്ടാണ് ഇതിൻ്റെ ഈ കമ്പനീനെ കുറിച്ച് ഞാനന്ന് വീഡിയോ ചെയ്യുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം ഇന്ന് നമുക്ക് നോക്കുമ്പം ഇതിൻ്റെ അകത്തെ ഒരു വോളിയൊക്കെ നോക്കി. ആദ്യകാലത്തെ വോളിയൊക്കെ വലിയ വോളിയം വന്നിട്ടുണ്ട്. പിന്നെ ഇല്ലക്കടൊക്കെ നല്ല വോളിയം വന്നിട്ടുണ്ട്. കാര്യമായിട്ട് സെല്ലിങ് വോളിയൊന്നും വന്നിട്ടുമില്ല. അപ്പോൾ അതൊരു പോസിറ്റീവ് പോയിൻ്റാണ്. ഇപ്പോൾ നോക്കി, ഇവിടെ നോക്കി, ഒരു ഷോൾഡർ, പിന്നെ ഇവിടെ ഒരു ഹെഡ്, പിന്നെ ഇവിടെ ഒരു ഷോൾഡർ ഡെവലപ്പ് ആണ്. അപ്പോൾ ഇവിടെയൊക്കെ ഏകദേശം ഒരു സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഇതിൻ്റെ പേര് റിവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ. ഇവിടെ രൂപപ്പെടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അല്ലെങ്കിൽ തന്നെ ഇവിടെ ഒരു കൺസോളേഷൻ ചെയ്ത് മുകളിലേക്ക് പോകാനാണ് സാധ്യത കൂടുതൽ. കാരണം ബഡ്ജറ്റിലൊക്കെ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനങ്ങൾ വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ഹൈ എന്ന് പറഞ്ഞാൽ 700-ന് മുകളിൽ പോയിട്ട് ആണ് ഈ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നേക്കുന്നത്. ഈ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതിൻ്റെ അകത്ത് ആദ്യത്തെ ഇപ്പോഴത്തെ ലെവലെന്ന് പറഞ്ഞാൽ 504 ആണ് കാണുന്നത്. അതിൽ നിന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് വരുവാണെങ്കിൽ ആദ്യത്തെ സപ്പോർട്ട് 460, അത് കഴിഞ്ഞാലോ 382, 399 ഏരിയയാണ് അത് കഴിഞ്ഞാലുള്ള സപ്പോർട്ട്. അപ്പോൾ ഈ ഏരിയയിലേക്ക് വരാനായിട്ട് സാധ്യത വളരെ കുറവാണ്. വന്നാൽ തന്നെ അതൊരു നല്ലൊരു അവസരമായിട്ട് ഫീൽ ചെയ്യുന്നു. ഇവിടുന്ന് ഇനി മുകളിലേക്ക് പോയാലോ റെസിസ്റ്റൻസ് എവിടെയാണ് കിടക്കുന്നത്? റെസിസ്റ്റൻസ് 657, 677 ഏരിയയാണ് റെസിസ്റ്റൻസ് ഉള്ളത്. ഈ ഏരിയ മറികടന്നാൽ പിന്നെ ഒരു നല്ലൊരു റാലിയും പ്രതീക്ഷിക്കാവുന്ന കമ്പനിയാണ്. കാരണം ഭാവിയിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി കിടക്കുന്നു. അത് അധികം താമസിക്കാതെ തന്നെ മറികടക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഇത്. കാരണം അത്യാവശ്യം കൺസോളിഡേഷനൊക്കെ കഴിഞ്ഞു, ഭാവിയിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം? സ്വന്തമായിട്ട് ഈ കമ്പനീനെ കുറിച്ച് പഠിക്കണം. അപ്പോൾ അങ്ങനെ പഠിച്ചിട്ട് നോക്കുകയാണെങ്കിൽ എന്നാ ഇതുപോലുള്ള അവസരങ്ങൾ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നൊരു കേസാണ്, ഒരു കമ്പനീനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ണും പൂട്ടി അങ്ങ് എടുക്കാൻ പാടില്ല. അത് സ്വന്തമായിട്ട് പഠിച്ച് നമുക്ക് അതിനെക്കുറിച്ച് ഭാവിയിലൊരു ഇത് നിർമ്മിക്കുന്ന പ്രൊഡക്റ്റുകൾക്ക് ആവശ്യക്കാർ വരുമോ, ഇതിനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ, ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു മേഖലയെ പറ്റിയുള്ള കാഴ്ചപ്പാട് എന്താണ്, അതൊക്കെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു വ്യൂ വരും. ആ വ്യൂവിൽ അനുസരിച്ച് നമുക്ക് മുന്നേറാനും പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇതൊരു ബയ്യോ സെല്ലോ റെക്കമെൻഡേഷനൊന്നുമല്ല, കാര്യങ്ങൾ പറയുന്നു, കമ്പനീനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. പുതിയ നല്ല വീഡിയോ ആയിട്ട് വരുന്നതിന് നന്ദി, നമസ്കാരം, താങ്ക് യു.